നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. നാളത്തെ ദിവസം 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം വന്നു ചേരുന്ന ദിവസമാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുകൾ സൂക്ഷ്മത പുലർത്തേണ്ടതും, കുടുംബത്തിലായാലും പുറത്തായാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടതുമൊക്കെ വളരെ അത്യാവശ്യമായി വരുന്നുണ്ട് ഈ 4 രാശിക്കാർക്ക്. അപ്പോൾ ഈ രാശിക്കാർ ആരൊക്കെയാണ്, അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി തന്നെ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടമാണ്. മേടം രാശിക്കാർക്ക് നാളത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏറെക്കാലമായുള്ള ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നാളത്തെ ദിവസം. അതേപോലെ സാമ്പത്തികമായി മുൻപ് നിക്ഷേപിച്ച പണമൊക്കെ കൈവന്ന് ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പക്ഷേ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്, അധിക ചിലവുകൾ വന്നു ചേരാൻ ഒരു സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് അധിക ചിലവുകളെ നാളത്തെ ദിവസം ഒന്ന് സൂക്ഷ്മതയോടുകൂടി വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അതായത് വൈകുന്നേര സമയത്തോടു കൂടി മനസ്സിന് സന്തോഷം വരികയും സുഹൃത്തുക്കളോടൊപ്പമൊക്കെ പുറത്തുപോയി ഒന്ന് ആനന്ദം കണ്ടെത്താനായി സാധ്യമാകുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടി ഉണ്ട് മേടം രാശിക്കാര്. പ്രണയകാര്യങ്ങളിൽ നിങ്ങൾ മൂന്നാമതൊരാളുടെ വാക്കു കേട്ട് പങ്കാളിയുമായി തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനൊക്കെ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വിശ്വാസമാണ് ഏതു ബന്ധത്തിന്റെയും അടിത്തറ എന്നത് മനസ്സിലാക്കുക. പങ്കാളിയുമായി പകൽ സമയങ്ങളിൽ ചെറിയ ഒരു വാഗ്വാദമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത് ഒരുപാട് ദീർഘിപ്പിക്കാതെ പറഞ്ഞ് കോംപ്രമൈസ് ആകാനായിട്ട് ശ്രമിക്കണം. അതിനാൽ തന്നെ ഒരു മൂന്നാമതൊരാളുടെ വാക്കുകൾ കേൾക്കുന്നത് ഒരു വിനയായി വരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നു. അതിപ്പോഴേ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആർക്കെങ്കിലും മുൻപേ ഉള്ള സമയങ്ങളിൽ ചെയ്ത സഹായത്തിന് ചില അംഗീകാരങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ചില സന്തോഷ വാക്കുകളൊക്കെ കേൾക്കാൻ നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. എളിമ കൈവിടാതെ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ ധൈര്യമായി നല്ല സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. ഒരുപാട് ആളുകളുടെ ഇഷ്ടം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഭഗവാൻ സൂര്യനെ വണങ്ങാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കൂടാതെ ഓം സൂര്യായ നമഃ എന്നൊരു മന്ത്രം 11 തവണ നാളെ ഉറക്കമുണർന്നു വന്നതിന് ശേഷം ഭഗവാൻ സൂര്യനെ നോക്കി ജപിക്കുക. അത് ആരോഗ്യം ഉണ്ടാകുന്നതിനും ഊർജത്തോടു കൂടി നാളത്തെ ദിവസം നിലനിൽക്കുന്നതിനും ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ സമയം പോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കഴിയുമെങ്കിൽ ഹനുമാൻ സ്വാമിയെ കൂടി ഒന്ന് വന്ദിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും പോവുക. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായും ശിവക്ഷേത്ര ദർശനം നാളെ നടത്തണമെന്നതാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനമല്ല, അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് അടുത്തുള്ളതെങ്കിൽ നാളെ നിങ്ങൾക്ക് അങ്ങനെയും പോകാം. രണ്ടിടത്തു നിന്നും പ്രസാദം വാങ്ങി കുറച്ച് ആളുകൾക്ക് അതൊന്ന് വിതരണം ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ സാധിക്കുകയാണെങ്കിലും ഉത്തമമാണ്. എന്തെന്നാൽ പ്രേമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ നിന്നും അതേപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദ വിതരണത്തിലൂടെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം ചുമന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ നാളെ മേടം രാശിക്കാർ ഞായറാഴ്ചയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട്, അതായത് പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുവന്ന നിറം ഒന്ന് ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ഇളം മഞ്ഞ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതേപോലെ ശരീരത്തിനും മനസ്സിനും ഒരു ഊർജ്ജവും ഉണർവും ഒക്കെ ഉണ്ടാകുന്നതിന് എണ്ണ തേച്ചൊന്ന് നാളത്തെ ദിവസം കുളിക്കുന്നതും നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. മനസ്സ് പ്രകോപിതമാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്ന ഒരു ദിവസമാണ്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്പം ദേഷ്യം എടുത്തുചാട്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കുക. കൂടാതെ സാമ്പത്തികമായും ചില മാറ്റങ്ങൾ, ചില സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. സമ്പാദ്യം ഭാവിയിലേക്ക് നീക്കിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനും മനസ്സിന് ശാന്തി, നിങ്ങൾക്ക് ഏതെല്ലാം പ്രവൃത്തിയിലാണോ വരുന്നത് ആ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നാളത്തെ ദിവസം സ്വീകരിക്കാവുന്നതാണ്. മുതിർന്നവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാനുള്ള സാധ്യത, ഏതെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്പനേരമെങ്കിലും ഒന്ന് പിണങ്ങിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്.
ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നതും ഉത്തമമായിരിക്കും. അതായത് മറ്റുള്ളവരെ ഒരു വിഷയങ്ങളിലേക്കും നാളത്തെ ദിവസം തലയിടാതിരിക്കാനായിട്ട്, അവരുടെ കൈകടത്തൽ ഉണ്ടാവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ മനസ്സ് പ്രകോപിതമാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നാളത്തെ ദിവസം പെട്ടെന്ന് ഒരു ദേഷ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതായത് ദേഷ്യം വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ആ വെള്ളം കുടിച്ചു കഴിയുന്നത് ശേഷം ഒരു 10 വരെ എണ്ണുക. 1, 2, 3, 4 എന്ന് 10 വരെ ഒന്ന് എണ്ണുക. ഇത്രയൊന്ന് ചെയ്താൽ മതി. കൂടാതെ നാളത്തെ ദിവസം പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നാളെ എടുക്കാതിരിക്കുക. നാളത്തെ ദിവസം പിന്നീട് സമയമുണ്ട്. നാളെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദുർഗാ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ അവിടെ നെയ്വിളക്ക് കത്തിക്കുന്നതും മനസ്സിൽ സംഘർഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നാളെ പങ്കാളിയെ കാണാൻ പ്രണയിക്കുന്ന ആളെ കാണാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഇനി അതല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള തൂവാല കയ്യിൽ കരുതുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഐശ്വര്യം വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ വസിക്കുന്ന ഗൃഹത്തിൽ പഴയ കടലാസുകൾ, ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതൊക്കെ ഗൃഹത്തിൽ നിന്ന് പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പോകുന്നതിനും ഒരുപാട് സഹായകമാകുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അല്പം ശാന്തത വേണ്ടുന്ന ദിവസമാണ്. തിരക്ക് ഒരുപാടുണ്ടാകും എങ്കിൽ പോലും മനസ്സിന് സ്വസ്ഥത നൽകാനായി നിങ്ങൾ കൂടി അല്പം ശ്രമം എടുക്കേണ്ടതാണ്. സാമ്പത്തികമായി അല്പം കണക്കുകൂട്ടലുകളൊക്കെ വേണ്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിലുള്ള അംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുക. അവരുടെ ഉപദേശം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് വഴി ഒരുപാട് ടെൻഷനൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. നിങ്ങൾ ചില സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നാളത്തെ ദിവസം കൊടുക്കുന്നത് വഴി ആ വ്യക്തിക്കും ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സാമീപ്യം ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാധീനങ്ങൾ കൂടുതൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നാളത്തെ ദിവസം ഏതെങ്കിലും പ്രധാന കാര്യത്തിൽ മൂന്നാമതൊരാൾ അഭിപ്രായം പറയുന്നത് വിനയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിലും ബന്ധങ്ങൾക്കിടയിൽ ബന്ധുക്കളുടെ ചില കൈകടത്തലുകളൊക്കെ വരുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പങ്കാളിയോട് തുറന്ന് സംസാരിച്ച് അത് പരിഹരിക്കാനായിട്ട് നാളത്തെ ദിവസം ശ്രമിക്കേണ്ടതാണ്. മനസ്സിന് ടെൻഷൻ വരുമ്പോൾ പാട്ടുകളൊക്കെ കേൾക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകുന്നതാണ്. അപ്പോൾ നാളെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അടുത്ത കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഒരു തുളസിമാല സമർപ്പിക്കുന്നത് നാളത്തെ ദിവസം ഏറ്റവും ഉത്തമമായിരിക്കും. രാവിലെ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി പ്രണയിക്കുന്ന ആളുകൾക്കിടയിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനായി ഒരു ചെമ്പ് പാത്രം, അല്ലെങ്കിൽ ചെമ്പില്ലെങ്കിൽ അല്ലാതെ സാധാരണ ഒരു പാത്രത്തിൽ ശുദ്ധജലം നിറച്ചിട്ട് അതിൽ കുറച്ച് ചുമന്ന പുഷ്പങ്ങൾ ഇട്ട് നാളത്തെ ദിവസം പൂജാമുറിയിൽ വയ്ക്കുക. പിറ്റേന്ന് രാവിലെ അതെടുത്ത് ഏതെങ്കിലും തുളസിയുടെയോ ഏതെങ്കിലും ചെടിയുടെയോ ചുവട്ടിൽ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം അത് നിങ്ങളെ ബാധിക്കാതെ ഇരിക്കാനായിട്ട് ഇതുവഴി സാധ്യമാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുതിർന്നവരോട് കൂടി സംസാരിച്ചിട്ട് ഒരുപാട് ടെൻഷൻ എടുക്കാതിരിക്കാൻ നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. നാളെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഒരുപാട് ആയാസപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണമെന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കാതിരിക്കുക. വിശ്രമം കൂടി ആവശ്യമായിട്ടുള്ള സമയം കൂടിയാണ്. പിതാവിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ വരാതിരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ദിവസമാണ്. നാളെ ഒഴിവ് സമയങ്ങൾ ലഭിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്കും നല്ല കീർത്തനങ്ങൾ കേൾക്കാനും നല്ല ഭഗവത് കാര്യങ്ങൾക്കായി അല്പനേരം ഒരു 30 മിനിറ്റെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ മാറ്റിവെക്കുന്നത് മനസ്സിനെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും സ്വയമേവ ഭഗവാനിൽ നിന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതിന് സഹായകമാകുന്നതാണ്. നാളത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് അത് സഹായിക്കുന്നതാണ്. കുടുംബത്തിലൊരു സന്തോഷം, ഐശ്വര്യം ഇതൊക്കെ വന്നു ചേരുന്നതിന് വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതായ പൊട്ടിയ സാധനങ്ങൾ, കേടായ കാര്യങ്ങൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒന്ന് അകറ്റുന്നത് ഉത്തമമായിരിക്കും. ചില ആളുകളുണ്ട് വില കൂടിയ വസ്തുക്കളാണെങ്കിൽ പോലും അത് ചീത്തയായി കഴിഞ്ഞാലും മാറ്റാതെ വെച്ചേക്കും. അങ്ങനെ വെക്കുന്നത് നിമിത്തം നെഗറ്റീവ് എനർജിയുടെ ഒരു
കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ആ വീട്ടിൽ വസിക്കുന്ന ആളുകൾക്കും ബാധകമാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. നാളത്തെ ദിവസം വെള്ള അതല്ലെങ്കിൽ ഇളം നീല നിറത്തിലുള്ള വസ്ത്രമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം ശോഭിക്കുന്നത്. അത് മനസ്സിന് വളരെ കുളിർമ ലഭിക്കുന്നതിനും നാളത്തെ ദിവസം നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഗ്രഹങ്ങൾ നൽകുന്ന സൂചനകളാണ് ഇതൊക്കെ. ജ്യോതിഷം നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു വഴികാട്ടി മാത്രമാണ്. പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി ഈ 3 കാര്യങ്ങൾ കൈവിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.